സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂളിൽ പോകാൻ മടി, ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ മടി. ഇവിടെ ഡ്യൂട്ടിക്ക് പോകാതിരുന്ന നാട്ടിലേക്ക് പോകേണ്ടി വരും. രാവിലെ 5 മണിക്ക് എണീക്കണം, ഡെയിലി ഇത് തന്നെ. എന്നാണാവോ തീരാ കഷ്ടപ്പാടൊക്കെ. ഈ കമന്റ് കണ്ടോ? ശരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം അതാണ്. ഏജൻസി വഴി പറ്റിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ. എല്ലാ ഏജൻസിയും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ലൈസൻസ്ഡ് അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളുണ്ട്. ചില മനുഷ്യന്മാർ ഏജൻസി ആണെന്ന് വിശ്വസിപ്പിച്ച് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ഓരോ സ്ഥലത്ത് ജോലിക്ക് കൊടുത്തിട്ട് അവർ അവിടെ നിന്നും കമ്മീഷൻ മേടിക്കലുണ്ട്. അപ്പം എല്ലാവരും ഞാൻ പറയുന്നില്ല. ഏറ്റവും ബെസ്റ്റ് കാര്യം, ആരാലും പറ്റിക്കപ്പെടാതിരിക്കാൻ നല്ലത് ഇതാണ്. 2 മാസത്തെ വിസിറ്റ് വിസയും ടിക്കറ്റും എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ അത്രയും വേണ്ടപ്പെട്ട പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി ഇവിടെ നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഒരു ബെഡ് സ്പേസ് റെഡിയാക്കുക. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മെസ് ഫുഡ് കിട്ടും. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് ആ ലൊക്കേഷനനുസരിച്ചിട്ട് അവിടെ മെസ് ഫുഡ് അവൈലബിൾ ആണെങ്കിൽ അത് 250, 350 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് റെഡിയാക്കുക. തൽക്കാലം നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഓരോ ലൊക്കേഷൻ ഗൂഗിളിലും അതിലും ഇതിലെല്ലാം സെർച്ച് ചെയ്ത് പറ്റുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പറ്റുന്ന സ്ഥലത്തെല്ലാം CV ഡ്രോപ്പ് ചെയ്യുക. ഒരു നല്ല CV ഉണ്ടാക്കുക. വരുമ്പോൾ 1 മാസം 2 മാസത്തെ വിസ, ആ 2 മാസത്തെ വിസ തീരുന്നതിനുള്ളിൽ ഡെയിലി നമ്മൾ എവിടെയെങ്കിലും എല്ലാം പോയി ഈ CV ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരെവിടെയെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിക്കാതിരിക്കൂല. പിന്നെ KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക. പിന്നെ പക്ഷെ അപ്പോൾ ആരാലും പറ്റിക്കപ്പെടില്ല. ഏറ്റവും നല്ല കാര്യം അതാണ്. വിസിറ്റ് വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 50-50 ചാൻസ് ഉണ്ട്. 50-50 അല്ല, നമ്മൾ അത് അന്വേഷിക്കുന്ന പോലെ ഇരിക്കും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിരിക്കും നമുക്കിവിടെ ജോലി കിട്ടുന്നത്. പക്ഷെ അപ്പോഴും ആരാലും പറ്റിക്കപ്പെടില്ല. കുറേ 2 ലക്ഷം 3 ലക്ഷം ഒന്നും ഏജൻസിക്ക് കൊടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ബെഡ് സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലവ് മാനേജ് ചെയ്ത് വരികയാണെങ്കിൽ എങ്ങനെയും നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇഷ്ടം പോലെ മലയാളികൾ ഉണ്ടാവും. വിശ്വസിക്കാൻ പറ്റുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. മാക്സിമം എല്ലാവരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അയ്യോ മലയാളികളല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മളെല്ലാം ഇതാക്കി കഴിഞ്ഞാൽ അവർ തന്നെ ആയിരിക്കും നമ്മളതിനെ പറ്റിക്കുക. അപ്പോൾ എല്ലാവരും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അത്രയല്ലേ.